മീനിനെ നമുക്ക് ചട്ടനോടെ പോകാൻ പറ്റില്ല. ഹലോ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖനല്ല എല്ലാവർക്കും? ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്താണ് ഓണം വെക്കേഷനൊക്കെ ആയിട്ട് പരിപാടി? എല്ലാവരും അടിച്ചു പൊളിച്ചാണോ? എന്താണ് മഴയൊക്കെ ഉണ്ടോ? ഇന്നൊക്കെ ഇവിടെ നല്ല മഴയാണ് കേട്ടോ. അപ്പം ഞാൻ രാവിലെ തന്നെ ഗോതമ്പ് ദോശയാണ് ഉണ്ടാക്കുന്നത്. അപ്പം അതിൻ്റെ പ്രിപ്പറേഷൻസാണ്. അതിൻ്റെ ഇടയിൽ കൂടെ ചായ റെഡിയായി, പിന്നെ ഗോതമ്പ് ദോശക്കുള്ള കറിയായി, ചെറുപയർ കറി റെഡിയായി. ഇതിപ്പോൾ കുറച്ച് നേരത്തെ കിച്ചണിൽ കയറിയിരിക്കുന്നു കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ഇന്ന് നമുക്ക് കുറച്ച് വിരുന്നാരൊക്കെ ഉണ്ട്. അപ്പോൾ ഇന്ന് വിരുന്നാർക്കുള്ളത് എന്താണെന്നറിയോ? പുഴമീനാണ്. മുക്കുവൻ്റെ വീട്ടിൽ വിരുന്ന് വരുന്നവർക്ക് പുഴമീൻ കൊണ്ടൊരു സൽക്കാരം എങ്ങനെ ഉണ്ടാവും? അപ്പോൾ ഇതൊരു 2-3 ദിവസം മുമ്പ് കൊണ്ടുവന്ന് വെച്ചതാണ് കേട്ടോ. അപ്പോൾ ഫ്രീസ് ചെയ്ത് വെച്ചതേന് കേട്ടോ, പെട്ടെന്ന് കേടുവരാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാണ് വിരുന്നാർക്ക് കിട്ടിയ മീൻ. ഒരാൾ കണ്ടോ ചിരിച്ചിങ്ങനെ നിൽക്കണ്, കാണുമ്പോൾ തന്നെ പേടിയുണ്ടല്ലേ. ആളെ വായിൽ കുടുങ്ങിയിരിക്കണത് ചൂണ്ടക്കൊക്കെയാണ് കേട്ടോ. അത് എങ്ങനെ ശ്രമിച്ചിട്ടും കിട്ടുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ നന്നാക്കുന്ന സമയത്ത് കിട്ടുമോ നോക്കോണ്ടി എന്ന് പറഞ്ഞത് കേട്ടോ കുഞ്ഞുട്ടി. അപ്പം ഇതൊന്ന് വെള്ളം ഒഴിച്ച് വെക്കട്ടെ. നമ്മുടെ ഗോതമ്പ് ദോശയ്ക്ക് റെഡിയായി വരുന്ന സമയം കൊണ്ട് ഇതൊന്ന് തണുപ്പൊക്കെ വിട്ടു വരും. അപ്പം നമുക്കിതൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം കേട്ടോ. നല്ല ആവി ഇങ്ങനെ പറന്നിങ്ങനെ പോകുന്നുണ്ട്. ഒരു 3 മീനാണ് കേട്ടോ കിട്ടിയിട്ടുണ്ടെങ്കിൽ. ഇപ്പൊ കുറേ ആയിട്ട് മീൻ കിട്ടൽ തന്നെ അല്ല കേട്ടോ. അപ്പോൾ ഒൽക്ക് ബാക്കി ഉണ്ടായതുകൊണ്ട് ഒരു 3 മീൻ കിട്ടിയതാണ്. അപ്പൊ ചിലരെങ്കിലും വിചാരിച്ചിട്ടുണ്ടാവും വിരുന്നാർക്ക് ആരെങ്കിലും പോയി മീനൊക്കെ കൊണ്ട് സൽക്കാരം നടത്തുമോ എന്നുള്ളത്. പക്ഷേ എന്താ വെച്ചാല് ഓല് നമ്മളെ വീഡിയോ കാണുന്നവരാണ് കേട്ടോ. അപ്പം ഓൽക്ക് ഈ ഹൗസ് വാമിങ്ങിന്റെ സമയത്തൊന്നും വരാൻ പറ്റിയിട്ടുണ്ടായില്ല. ഒരു നാട്ടിലുണ്ടായിട്ടുണ്ടായില്ല കേട്ടോ. അപ്പൊ ഇപ്പൊ മക്കൾക്കൊക്കെ വെക്കേഷൻ ആയപ്പോഴാണ് ഓല് നാട്ടിലെത്തിയത്. അപ്പൊ നാട്ടിലെത്തിയപ്പോൾ ഓൽക്ക് വീട് കാണാൻ എന്തായാലും വരണം. അപ്പൊ പിന്നെ ഒരു ഡെയിലി വീഡിയോ കാണുമ്പോൾ ഞാൻ ഈ പുഴമീൻ വെച്ച് കറി ഉണ്ടാക്കുന്നതും പൊരിക്കുന്നതും ഒക്കെ കണ്ട് ഓൽക്കും കൊതി കയറിയിട്ടുണ്ടായിരുന്നു. അപ്പം എന്നോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓൾക്ക് പുഴമീൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം എന്നോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പുഴമീനുള്ള സമയത്ത് ഞങ്ങൾ വരാമെന്നുള്ളത്. അങ്ങനെ പുഴമീൻ കുറേ ദിവസം കുഞ്ഞുട്ടി ഇങ്ങനെ പിടിക്കാൻ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ അപ്പോഴൊന്നും കിട്ടിയിട്ടുണ്ടായില്ല. അപ്പോൾ കുഞ്ഞുട്ടി പറയുന്നു ഓൾക്ക് ഭാഗ്യമല്ലേ ആവോ, ഒരു പുഴമീൻ പോലും കിട്ടണില്ലല്ലോ എന്നൊക്കെ ഉള്ളത്. അങ്ങനെ ഒരു ദിവസം പിന്നെ പോയപ്പോഴാണ് ഈ 3 മീൻ കിട്ടിയത് കേട്ടോ. അപ്പോൾ പിന്നെ ഇന്നോല് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഞാൻ കഴുകി എടുത്ത ബക്കറ്റില്ലേ, അതാ ഞാൻ ഉണക്കി ഇവിടെ കൊണ്ടുവന്ന് വെച്ചിക്കണേ. ഇവിടെ ഇങ്ങനെ ചാക്കിൽ നിന്നല്ലേ ഞാൻ അരിയൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ അതിലേക്ക് ഇറക്കി വെച്ചു. അപ്പോൾ ആ ഒരു ഭാഗം അധികം വൃത്തികേടില്ലാത്ത രീതിയിലാക്കിയിരിക്കണം. അപ്പോൾ നമ്മുടെ ദോശ പരിപാടിയൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഞാനിഞ്ഞ് മീനൊന്ന് നന്നാക്കി കൊണ്ടുവരട്ടെ കേട്ടോ. നന്നാക്കണേ ഞാൻ ഒരുപാട് പ്രാവശ്യം വീഡിയോയിൽ കാണിച്ചതാണ്. ഇനിയിപ്പോൾ അത് ഒന്ന് വീഡിയോയിൽ കാണിക്കാനൊന്നും സമയമില്ല. ചേട്ടപ്പടേന്ന് പോയിട്ട് വേഗം ക്ലീൻ ചെയ്തിട്ട് കൊണ്ടുവരാം കേട്ടോ. അങ്ങനെതാ ഞാൻ പുഴമീനൊക്കെ ക്ലീൻ ചെയ്ത് കൊണ്ടുവന്നിക്കണേ. ഇനി ഇതൊന്ന് കട്ട് ചെയ്തെടുക്കട്ടെ. ഓൽക്ക് കറി വെക്കുന്നതിനോടാണ് താല്പര്യം, പൊരിക്കണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കേട്ടോ. അപ്പം എന്നാൽ പുഴമീനൊന്ന് വറ്റിച്ച് വെക്കാന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ പുഴമീൻ വറ്റിച്ച് വെച്ചതും പിന്നെ സാമ്പാർ, പിന്നെ ഒരു ഉപ്പേരി, ഒരു പപ്പടം, ആ ഒരു രീതിയിലാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. പിന്നെ പായസം കൂടി ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒരു ഏകദേശം ഒരു ഓണം വൈബ് ആയല്ലോ, ഓണത്തിന്റെ വൈബാണല്ലോ. അപ്പോൾ അത് വിചാരിച്ചിട്ട് സാധാരണ വിരുന്നാർക്ക് നമ്മൾ നെയ്ച്ചോറ്, ബിരിയാണി, മന്തി, കുന്തി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ് കൊടുക്കുക. പക്ഷേ പിന്നെന്താ വെച്ചാൽ നമുക്ക് ഓൾക്ക് ഇഷ്ടപ്പെടുന്ന ഉണ്ടാക്കി കൊടുക്കുക, അതാണല്ലോ അതിൻ്റെ ഒരു സന്തോഷം. അപ്പം അങ്ങനെ വിചാരിച്ചിട്ട് ഓൾക്ക് ഇഷ്ടം പുഴമീനും ആണെന്ന് പറഞ്ഞു. അപ്പോൾ പുഴമീനും ബിരിയാണിയും ആ ഒരു കോമ്പിനേഷൻ ഇല്ല. അപ്പോൾ പുഴമീനും വെറും ചോറും അങ്ങനെ ആക്കാന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അങ്ങനെ ഞാൻ നന്നാക്കി പാടനെ മീൻ വേഗം വെക്കുകയാണേ. ഈ പുഴമീൻ ഉണ്ടല്ലോ പെട്ടെന്ന് കേടുവരും. മറ്റേതൊക്കെ നമുക്ക് ഐസൊക്കെ ഇട്ട് അങ്ങനെ കൊണ്ടുവരുന്നതല്ലേ. പക്ഷേ ഇതങ്ങനെയല്ലല്ലോ, പുറത്ത് വെച്ചാൽ പെട്ടെന്ന് കേടുവരും. അപ്പം ഞാൻ നന്നാക്കി കൊണ്ടുവന്ന പാടനെ വേഗം അതിങ്ങോട്ട് വറ്റിച്ചേക്കാന്ന് വിചാരിച്ചു. അപ്പം ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ചേക്ക് ഞാൻ ഉലുവ ഇട്ടു, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുത്തു. അപ്പം ഞാൻ ഉണ്ടാക്കുന്നതൊന്ന് ചെറിയ രീതിയിലൊന്ന് കാണിച്ചു തരാം കേട്ടോ. പിന്നെ ഇമ്മ വന്നിട്ടുണ്ടേനി കേട്ടോ ഇന്നലെ. അപ്പോൾ ഇമ്മയും കൂടി ഉണ്ട്. അപ്പം ഉമ്മക്ക് അവിടെ തകർത്ത് പണിയാണ് കേട്ടോ. അതെന്താണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. അപ്പം ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഒന്ന് റെഡിയായി വന്നപ്പോൾ പച്ചമുളക്, കറിവേപ്പിൻ്റെ ഇല, പിന്നെ തക്കാളിയൊക്കെ ഒന്ന് ചേർത്ത് വെച്ചു.
പിന്നെ ഞാൻ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മാത്രമാണ് ചേർത്തിട്ടുണ്ടെങ്കിൽ കേട്ടോ. അപ്പം അതൊക്കെ ഒന്ന് ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം പിന്നെ ഞാൻ കുടംപുളിയാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ. കുടംപുളി എൻ്റെ അടുത്ത് ഇല്ല, പിന്നെ അതിനടുത്ത് താത്താനടുത്ത് പോയിട്ട് കൊണ്ടുവന്നതേന് കേട്ടോ. അത് ആ ഒരു കുടംപുളിയിലൊക്കെ വെക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റും കാര്യങ്ങളൊക്കെ ആണല്ലോ. പിന്നെ അതൊന്ന് തിളച്ച് വരട്ടെ. അതിൻ്റെ അടുത്ത് നമ്മുടെ പോരാളിക്ക് ഇവിടെ നല്ല പണിയാണ് കേട്ടോ. ഇവിടെ ഈ മണലിലൊന്നും ഷീറ്റില്ല, എന്നിട്ട് ആ മണലൊക്കെ കുറച്ച് കൊലിച്ചു പോയിട്ടുണ്ടെങ്കിൽ കേട്ടോ. ഒന്നല്ല ഭയങ്കര മഴയിനെ, അപ്പോൾ ആ മഴയത്ത് കുറച്ച് കൊലിച്ചു പോയിട്ടുണ്ടെങ്കിൽ പിന്നെ എന്താ ചീറ്റയൊക്കെ പറഞ്ഞ് അങ്ങനെ ശ്രദ്ധിക്കൂല ഇങ്ങനെ ശ്രദ്ധിക്കൂല എന്നൊക്കെ പറഞ്ഞ് ഇവിടെ ഇമ്മ അതൊക്കെ ഒന്ന് ശരിയാക്കി കൊണ്ടിരിക്കുന്നു കേട്ടോ. ഇമ്മക്ക് ഇവിടെ വന്നാലും പിടിപ്പത് പണി ഉണ്ടാവും. മിറ്റം ക്ലീൻ ചെയ്യലും അവിടെ ഇവിടെയും പുല്ല് പറിക്കലും അടിച്ചു വാരലും അങ്ങനെയൊക്കെ ആയിട്ട് അങ്ങനെ കുറേ പണികൾ ഉമ്മക്ക് ഉണ്ടാവും കേട്ടോ. അപ്പം അമ്മ ക്ലീനിങ്ങും പരിപാടിയൊക്കെ ആയിട്ട് അങ്ങനെ നടക്കുന്നുണ്ട്. അമ്മ നീയക്കുട്ടീനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് വന്നതേനി കേട്ടോ. അപ്പം ഇത് കഴിഞ്ഞിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ നിന്നതാണ്. അപ്പം നമ്മളെ മീനിൻ്റെ ഗ്രേവി ഒക്കെ അല്ലേ, അതൊക്കെ ഒന്ന് എണ്ണ തെളിഞ്ഞ് വന്നിട്ടുണ്ടേനി. അപ്പം ഞാനേക്ക് മീനൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാൻ കേട്ടോ. മീനൊക്കെ ഒന്ന് ചേർത്ത് കൊടുത്ത് ഇനി നമുക്കൊന്ന് അടച്ചു വെക്കാം. അപ്പൊ ഉമ്മാന്റെ കുടുംബക്കാർ തന്നെയാണ് കേട്ടോ വരുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ഇമ്മ നേരത്തെ വന്നത്. എന്നാ പിന്നെ ഓല കൂടെ നിന്ന് വർത്താനൊക്കെ പറയാലോ എന്ന് പറഞ്ഞിട്ട്. അപ്പൊ എന്നാ ആങ്ങളെയും നാത്തൂനും ഓലും വരാന്ന് പറഞ്ഞിട്ട്, ആങ്ങളെയും കുറെ ആയോലെ കണ്ടിട്ട് ഓല് ഇടയ്ക്ക് ഇങ്ങനെ നാട്ടിൽ വന്ന് ഒരു മാസത്തിനൊക്കെ വന്ന് നിന്ന് പോണോലാണ് കേട്ടോ. അപ്പൊ നമ്മളെ മീൻകറി അതിൻ്റെ ഇടയ്ക്ക് റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ഇത് കുറച്ച് സമയം ഇരിക്കുമ്പോഴാണ് മീൻ നമ്മൾ ആ ഒരു മൺചട്ടിയിലൊക്കെ വെച്ച് കുറച്ച് സമയം ഇരിക്കുമ്പോഴാണല്ലോ അതിന്റെ പുളിയൊക്കെ ഒന്ന് ഇറങ്ങി ഒന്ന് സെറ്റായി കിട്ടുക. അപ്പൊ അതൊക്കെ കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ചായ കൂടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിനി കേട്ടോ. അത് കഴിഞ്ഞ് ഉമ്മാന്റെ ക്ലീനിങ്, പുറത്തത്തെ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞ് അകത്ത് കയറിയിട്ടുണ്ടായിനി കേട്ടോ. എന്നിട്ട് എനിക്ക് ക്യാബേജ് ഉപ്പേരിയൊക്കെ ഒന്ന് അരിഞ്ഞു, എല്ലാം അരിഞ്ഞു തന്നതൊക്കെ അമ്മേനി. കുക്കിംഗ് ഒക്കെ ഞാനും, കുക്കിങ്ങിൽ പിന്നെ നമ്മളെ മാസ്റ്റർ ആണല്ലോ. അപ്പൊ അതിൻ്റെ ഇടയ്ക്ക് ഉമ്മ അതേപോലെ ക്ലീനിങ് പരിപാടിയും കഴിച്ചിട്ടുണ്ടായിട്ടോ. പാത്രം കേൾക്കലൊക്കെ ഉമ്മനെ കഴിച്ചിട്ടുണ്ടായിനി. ആ സമയം കൊണ്ട് ഞാൻ വേഗം പോയി ഇളക്കിയിടല് കഴിച്ചു കേട്ടോ. പിന്നെതാ പായസം ഇമ്മ വന്നതുകൊണ്ടാണ് കേട്ടോ ഞാനെന്നാ പായസം കൂടി ഉണ്ടാക്കാന്ന് വിചാരിച്ചത്. അല്ലെങ്കിൽ സിനിമോന് ഞാൻ ഒറ്റക്കാവുമ്പോൾ ഇന്നെങ്ങനെ അലമ്പാക്കി കൊടുക്കും. ഇന്നിപ്പോ ഉമ്മമ്മ വന്നതുകൊണ്ട് ഇമ്മമ്മാന്റെ പിന്നാലെ കേട്ടോ. അതുകൊണ്ട് പിന്നെ എനിക്ക് ഇങ്ങനെ ഓരോന്ന് എടുക്കാനും കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പൊ ഞാനതാ ചൊവ്വരി ഒന്ന് വേവിക്കാൻ വേണ്ടി വെക്കണേ. സേമിയ പായസമാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പൊ ഇതൊരു അടുപ്പത്ത് വേവിക്കാൻ വെച്ചു. അപ്പൊ നമ്മളെ മീൻകറി ഇനി മാറ്റി വെക്കട്ടെ. ഇനി ഈ അടുപ്പത്ത് നമുക്ക് സാമ്പാറിനില്ലേ പരിപ്പ് കയറ്റണം. അപ്പൊ ഞാൻ പറഞ്ഞില്ലേ ഇന്ന് നമ്മളെ അസിസ്റ്റന്റ് ഉമ്മമാന്റെ അസിസ്റ്റന്റ് ആണ് കേട്ടോ. കണ്ടോ എൻ്റെ അടുത്തേക്ക് വരുന്നുണ്ടായില്ല. ഉമ്മമാന്റെ കൂടെ അതാ ഉമ്മമ്മ അരിയണതൊക്കെ നോക്കി ഉമ്മമാനെ കുത്തിച്ചാരി അവിടെ നിൽക്കലുണ്ട് കേട്ടോ. ഉമ്മമ്മ അടുത്ത സെക്ഷൻ എടുത്തുക്കണം കേട്ടോ, സാമ്പാറിനുള്ള കഷ്ണങ്ങളൊക്കെ അരിയല്. അപ്പോഴേക്കും ക്യാബേജ് റെഡി ആയപ്പോൾ ഞാൻ ഒരു തലക്കഥ ക്യാബേജ് ഉപ്പേരി ഉണ്ടാക്കിക്കൊണ്ടിട്ടുണ്ട്. ചവ്വരി പിന്നെ പെട്ടെന്ന് വന്നിട്ടുണ്ട് കേട്ടോ. ചില ചവ്വരി അങ്ങനെയാണ്, പെട്ടെന്ന് വേവും, ചിലത് കുറച്ച് സമയം പിടിച്ചു. അപ്പൊ അത് വിചാരിച്ചിട്ടാണ് ഞാൻ നേരത്തെ വേവിക്കാൻ വേണ്ടി വെച്ചത്. പക്ഷെ അത് പെട്ടെന്ന് വന്നിട്ടുണ്ടേനി കേട്ടോ. അപ്പൊ ഇനി ഉപ്പേരി നമ്മളെ പാത്രത്തിൽ ഇങ്ങനെ അടച്ചു വെച്ച് റെഡിയാക്കി എടുക്കട്ടെ കേട്ടോ. സാമ്പാറിന് പരിപ്പ് ഞാൻ കുക്കറിലാണ് വേവിച്ചത്. പക്ഷെ കഷ്ണങ്ങൾ കുക്കറിൽ കൊള്ളൂല, ചെറിയ കുക്കർ ആയതുകൊണ്ട്. അപ്പൊ ഞാൻ നമ്മളെ അഗാരോന്റെ പാത്രം ഇറക്കിക്കണം കേട്ടോ. പാത്രത്തിന്റെ ലിങ്ക് ഒക്കെ വേണമെങ്കിൽ ഞാനൊരു ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ, ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. എൻ്റെ അടുത്ത് ഉമ്മ ഇതാ വെള്ളം മുക്കാനാണ് കേട്ടോ പോണത്. കുടിക്കാനുള്ള വെള്ളം മാത്രമാണ് കേട്ടോ അയലക്കത്തുനിന്ന് കൊണ്ടുവരിക. ബാക്കിയുള്ളതൊക്കെ മോട്ടർ അടിച്ചിട്ട് അങ്ങനെ എടുക്കലാണ് കേട്ടോ. അപ്പോൾ മോട്ടറിന് വെള്ളം എടുക്കാനൊരു മടി ആയതുകൊണ്ട് അങ്ങനെ പോയിട്ട് കൊണ്ടുവരികയാണ് കേട്ടോ. അപ്പം അത് സാമ്പാറിൻ്റെ കഷ്ണങ്ങൾ ഒരു നില ഇങ്ങനെ വെന്ത് വരുന്നുണ്ട്. പിന്നെ അതാ ചോറും തിളപ്പിക്കാൻ വേണ്ടി വെച്ചിരിക്കണം കേട്ടോ. ഇനി ഇത് തിളച്ച് കഴിഞ്ഞിട്ട് നമ്മളെ റൈസ് കുക്കർക്ക് ഇറക്കി വെക്കണം. അപ്പൊ ഇതാ സേമിയം പായസം ആണ് ഉണ്ടാക്കുന്നത് ഞാൻ പറഞ്ഞില്ലേ. അപ്പൊ പായസത്തിന്റെ ആളും വേണം കേട്ടോ. അപ്പൊ ഉമ്മ പായസം ഉണ്ടാക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞാനത് സേമിയൊക്കെ ഒന്ന് പൊട്ടിച്ച് റെഡിയാക്കി കൊടുത്തിട്ടുണ്ട്. അപ്പം പായസത്തിന്റെ കാര്യം ഉമ്മ നോക്കിക്കോളും. ബാക്കിയുള്ളതൊക്കെ ഏകദേശം റെഡി ആയി. സാമ്പാറും കൂടി റെഡിയാക്കാനുള്ളതുള്ളൂ കേട്ടോ. എനിക്കാണെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പരിപാടി ഉണ്ടാകുമ്പോൾ ഭയങ്കര ബേജാറാണ് കേട്ടോ. ഓല് വരുമ്പോഴത്തേന് റെഡി ആവൂലേ, എല്ലാം സെറ്റ് ആവൂലേ എന്നൊക്കെ ഉള്ളത്. സിനിമയിൽ കൊണ്ടൊക്കെ ആകുമ്പോൾ വേറെ ഒരു ബേജാറാണ്. പക്ഷെ ഇന്നിപ്പം ഉണ്ടായതുകൊണ്ട് ഞാൻ പകുതി ബേജാറും ഉമ്മാക്ക് കൊടുക്കുന്നു കേട്ടോ. ഉമ്മാക്ക് അങ്ങനെ പ്രത്യേകിച്ച് ബേജാറൊന്നുമില്ല. അപ്പോൾ എനിക്കൊരു പകുതി സമാധാനമാണ് തോന്നുള്ളൂ. അപ്പം നമ്മളെ ഫുഡും കാര്യങ്ങളും ഒക്കെ റെഡി ആയിട്ടോ. അപ്പൊ നമ്മളെ ഫസ്റ്റത്തെ വിരുന്നുകാർ വന്നിക്കണേ. ഇതിപ്പോ ആങ്ങളെയും നാത്തൂനാണ് കേട്ടോ. അപ്പൊ ഞാൻ പറഞ്ഞില്ലേ ഓലും നമ്മളെ വിരുന്നുകാരെ കുറെ ആയിട്ട് കണ്ടിട്ടില്ലേനു. അപ്പൊ പിന്നെ ഓല് വരുന്നുണ്ട് എന്ന് അറിഞ്ഞപ്പോലും വന്നതാണ് കേട്ടോ.
അങ്ങനെതാ വന്നപ്പോൾ ഐസൊക്കെ കൊണ്ടുവന്ന് എല്ലാവരും ഐസൊക്കെ ഷെയർ ചെയ്ത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നീടൊന്നും പറയേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. ഭയങ്കര സൗണ്ടും അലമ്പും കഴിഞ്ഞിട്ടോ എല്ലാവരും കൂടി കളിയും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പം അതാണ് ഞാൻ സൗണ്ട് മ്യൂട്ട് ചെയ്തത് കേട്ടോ. പിന്നെ കുറച്ച് വാട്ടർ ബലൂൺ ഉണ്ട്, ഇനി അത് വെച്ചിട്ട് ഇതാ അടുത്ത പരിപാടി വാട്ടർ ബലൂൺ വീർപ്പിക്കുന്നു പൊട്ടിക്കുന്നു. അതാണ് കേട്ടോ അടുത്ത സെക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ തന്നെ നമ്മളേതാ മെയിൻ വിരുന്നുകാരും വന്നിട്ടുണ്ടേനി. അപ്പൊ ആ ബ്ലൂ കളർ ടീഷർട്ട് ഇട്ടിരിക്കുന്ന കുട്ടിയില്ലേ, അപ്പൊ ഓനാണ് കേട്ടോ റബി മോന്. ഓനാണ് നമ്മളെ വീഡിയോ അധികം കാണുന്ന ആള് കേട്ടോ. ഓന് കണ്ടതിന് ശേഷമാണ് താത്തന്റെ വീഡിയോ കണ്ടു തുടങ്ങിയത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടേനി കേട്ടോ. അപ്പൊ ആദ്യമൊന്നും അറിയില്ലേനു, പിന്നീടാണ് ഇങ്ങനെ ഓൻ കണ്ടതിന് ശേഷമാണ് ശ്രദ്ധിച്ചു തുടങ്ങിയത്. അപ്പോഴാണ് ഇയാണെന്ന് അറിഞ്ഞത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടേനി കേട്ടോ. അപ്പൊ നമ്മൾ ഷെഡിൽ നിന്നീന ആ സമയത്ത് ഓന് ഭയങ്കര സങ്കടേനെ. എവിടെയാ ഓല് കിടക്കുക, ആ ഒരു വീട്ടിൽ കുറച്ച് സ്ഥലമല്ലേ ഉള്ളൂ, എവിടേക്കാ ഓല് കിടക്കല് എന്നൊക്കെ ചോദിച്ചിട്ട് കുട്ടിക്ക് ഭയങ്കര ടെൻഷനും കാര്യങ്ങളൊക്കെ ഇനിട്ടോ. അപ്പൊ പുതിയ വീടായപ്പോ അത് കാണാൻ വരണം എന്നൊക്കെ ഉള്ള ആഗ്രഹം മോനെ ഇനിട്ടോ. അപ്പൊ എന്നോട് താത്ത പറഞ്ഞിട്ടുണ്ടേനി ഓന് വീഡിയോയിൽ വരാൻ ഓന് ഇഷ്ടമാണ്, പക്ഷെ ഒരു ചമ്മലം ഓനുണ്ട് കേട്ടോ. അപ്പോൾ ഓനെ കാണാതെ ഒന്ന് വീഡിയോയിൽ ഉൾപ്പെടുത്തണേ, വീഡിയോയിൽ കാണുമ്പോൾ ഓന് സന്തോഷമാവും എന്നുള്ളത്. അപ്പൊ ഞാൻ ഓനെ കാണാതെ പിന്നെ കണ്ടുകാണ്ട് ഓനെ കണ്ടപ്പോൾ ഓന് കുറവായിട്ടുണ്ടേനി കേട്ടോ. അങ്ങനെതാ ഓൽക്ക് അവിടെ ടേബിളിൽ ഫുഡും കാര്യങ്ങളൊക്കെ കൊടുത്തിക്കണേ കേട്ടോ. അതിന് ശേഷം ഇവിടെ വായൻ്റെ ഇലയിൽ മക്കൾക്ക് ഇവിടെ അടുക്കളയിലും ഫുഡൊക്കെ കൊടുത്തിക്കണം. അതിൻ്റെ ഇടയ്ക്ക് സെനിമോനും വായൻ്റെ ഇലയിൽ ഫുഡ് വേണമെന്നൊക്കെ പറഞ്ഞ് വാങ്ങി അതൊക്കെ അവിടെ തട്ടി ആകെ അമ്മക്ക് പണി ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ കേട്ടോ. അങ്ങനെ ഫുഡൊക്കെ കൊടുത്ത് അത് കഴിയാൻ സമയമായപ്പോഴത്തേക്ക് ആ പായസം വിളമ്പി വെച്ചിരിക്കണേ കേട്ടോ. ഇനി പായസം കൊണ്ടു കൊടുക്കട്ടെ. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കുറച്ച് സമയമൊക്കെ ഇരുന്ന് വർത്താനൊക്കെ പറഞ്ഞ് വിരുന്നാർ പോയിട്ടുണ്ടെങ്കിൽ കേട്ടോ. ഇപ്പൊ വിരുന്നാരൊന്നും ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. ഓൾക്ക് വീഡിയോയിൽ അധികം വരാൻ താല്പര്യമുള്ളവരല്ല കേട്ടോ. അതിപ്പോൾ എൻ്റെ കുടുംബങ്ങളായാലും കുഞ്ഞുട്ടിൻ്റെ കുടുംബങ്ങളായാലും അധികം വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത് തരുന്ന പോലെയാണ്. പക്ഷെ ഓൾക്ക് വീഡിയോയിൽ വരാൻ ഒരു എന്താ പറയാ ഇഷ്ടമല്ലാത്ത പോലെയാണ്. ഓലതായ പ്രൈവസിയും കാര്യങ്ങളൊക്കെ അല്ലേ. അപ്പൊ അതുകൊണ്ട് ഞാൻ ഓലൊന്നും വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ. അപ്പൊ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളിതാ ഉച്ച തിരിഞ്ഞ് ഒരു ഉച്ചമയക്കൊക്കെ പാസ്സാക്കി പിന്നെ ഒരു വൈകുന്നേരം സമയമായപ്പോൾ ഒന്ന് പുറത്തിറങ്ങിയതാണ് കേട്ടോ. ഒന്ന് രണ്ട് സാധനങ്ങളൊക്കെ നോക്കാനുണ്ട് എന്നൊക്കെ പറഞ്ഞാണ്ട്. പിന്നെ മക്കൾക്കൊക്കെ ഇങ്ങനെ എങ്ങോട്ടെങ്കിലൊക്കെ കാറിൽ മുട്ടും പാട്ടൊക്കെ ഇട്ട് പോകുന്നത് ഇഷ്ടമായതുകൊണ്ട് അങ്ങനെ പിന്നെ ഞങ്ങളെയും കൂടെ വലിച്ചു കൊണ്ടുവന്നിക്കണേ കേട്ടോ. അപ്പം അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ നമ്മളെ വീഡിയോ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടമായിക്കണമെങ്കിൽ ലൈക്ക് ചെയ്യണേ. വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും. ബൈ ബൈ.